PSC കോഴയിൽ നടപടിയെടുക്കാൻ CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം. സംസ്ഥാന നേതൃത്വമാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, CPM ജില്ലാ നേതൃത്വത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. എന്നാൽ ഇന്ന് രാവിലെ തന്നെ ജില്ലാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് സംസ്ഥാന നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്വേഷണത്തിന്? ലക്ഷ്മി, ജില്ലാ നേതൃത്വത്തോട് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ് CPM. പരാതി ജില്ലാ നേതൃത്വം ഗൗരവമായി എടുത്തില്ലെന്നും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള മന്ത്രി തന്നെ പരാതി കൊടുത്തിട്ടും അതിന്റെ ഗൗരവം കാണിച്ചില്ലെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന നേതൃത്വമാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ രണ്ടാമത്തെ ദിവസം ഉൾപ്പെടെ ഈ PSC കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നിയമസഭയിൽ ഉള്ളിലും പുറത്തുമായിട്ട് ഉൾപ്പെടെ വലിയ തരത്തിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പലതരത്തിലായിരുന്നു പല നേതാക്കന്മാരും അഭിപ്രായം പറഞ്ഞത്. എന്നാൽ ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ VD സതീശൻ ഉന്നയിച്ച സമയത്ത് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പും ഉണ്ടാവില്ലെന്നും കൃത്യമായിട്ടുള്ള നടപടി ഈ വിഷയവുമായി ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിശദീകരണം മറ്റ് ചർച്ചകൾക്ക് അവിടെ പ്രസക്തിയില്ലെന്നും CPM സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലക്ഷ്മി. അഞ്ജു, ഏതായാലും ഈ വിഷയത്തെ സംസ്ഥാന സർക്കാരാണെങ്കിലും CPM സംസ്ഥാന നേതൃത്വമാണെങ്കിലും ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത് എന്ന് ഈ നീക്കത്തിൽ നിന്ന് വ്യക്തമാണ് അല്ലേ? ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടിയും അക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണവും സർക്കാർ നടത്താൻ തയ്യാറാണ് എന്നുള്ള മറുപടിയാണ് പ്രതിപക്ഷത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയത്. പക്ഷേ CPMന്റെ ജില്ലാ നേതൃത്വം ഇതിനെ ഒരു ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്തു എന്നുകൂടി വേണം ഇതിനോട് ചേർത്ത് വായിക്കാൻ, അല്ലേ അഞ്ജു? ലക്ഷ്മി, അതുതന്നെയാണ്. അതിനുള്ള വിമർശനം ഉൾപ്പെടെ ഉയർത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലൊരു ആരോപണം ഗൗരവമുള്ളതായിട്ടും അത് ജില്ലാ ഘടകം മുഖവിലക്കെടുത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്നതും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി തന്നെ പരാതി കൊടുത്തിട്ടും അതിന് ആ ഗൗരവം കാണിച്ചില്ല. ജില്ല കേന്ദ്രീകരിച്ച് കോക്കസ് പ്രവർത്തിക്കുന്നു എന്നടക്കം പല കാര്യങ്ങളാണ് അതിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഇനി മറ്റ് ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ലെന്നും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമാണ് നൽകേണ്ടതെന്നും CPM സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞതിന് പിന്നാലെയാണ് CPMൽ നിന്ന് ഇത്തരത്തിലൊരു വിശദീകരണം തേടിക്കൊണ്ടുള്ള ഒരു നടപടിയും ഉണ്ടായിരിക്കുന്നത്. PSC കോഴയിൽ നടപടിയെടുക്കാൻ CPM കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം. അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.